നമസ്കാരം. പതിരും കതിരും. അമ്പലത്തിൽ നിന്നും പുറത്തായ അരളിപ്പൂവിന്റെ അവസ്ഥയിലായി നമ്മുടെ കെ രാധാകൃഷ്ണൻ. ഒന്നിന് വിഷമുണ്ടെന്ന് പറയുന്നു, മറ്റതിന് വിഷമില്ല. അതേ ഉള്ളു വ്യത്യാസം. അരളിപ്പൂവ് ചെയ്ത തെറ്റുപോലും രാധാകൃഷ്ണൻ ആരോടും ചെയ്തിട്ടില്ല. ശബരിമലയിലെത്തിയാൽ അയ്യപ്പനെ നോക്കാതെ കൊടിമരത്തിൽ നോക്കി നിൽക്കും. ഒരിടത്ത് ശാന്തിക്കാരൻ വിളക്ക് കയ്യിൽ കൊടുക്കാത്തതിന് എൻ്റെ ജാതിയാണോ പ്രശ്നം എന്ന് ചോദിച്ചതല്ലാതെ ഒരു മനുഷ്യന് നേരെയും കുതിര കയറാൻ പോകാത്ത ചേലക്കരയുടെ മാണിക്യമായിരുന്നു ഈ രാധാകൃഷ്ണൻ. വിഷമുള്ള അരളിപ്പൂവ് അമ്പലങ്ങളിൽ നിന്നും പുറത്തായതിനേക്കാൾ ആശ്വാസമാണ് ദേവസ്വത്തിൽ നിന്നും ഒരു അവിശ്വാസി പുറത്തു പോകുന്നത് എന്നാണ് ആളുകൾ പറയുന്നത്. ദൈവം വലിയവനാണെന്നുള്ളതിന് ഇതിലും വലിയ തെളിവ് വേണോ? മുൻപൊരു ദേവസ്വം മന്ത്രി നമുക്കുണ്ടായിരുന്നു. ശാന്തിക്കാരെ നിക്കറിടിക്കാനും നവോത്ഥാന നായികമാരെ ശബരിമല കയറ്റാനും കുറേ നടന്ന പുള്ളിയാണ്. ഇപ്പോഴിതാ നിക്കറും ട്രൗസറും കീറി ആലപ്പുഴയിൽ ഇരിക്കുകയാണ്. ശബരിമലയിൽ സ്ത്രീ സാന്നിധ്യം കണ്ടപ്പോൾ പുണ്യാഹം തളിച്ച തന്ത്രിയെ ജി സുധാകരൻ പറയാത്തതായി ഒന്നുമില്ല. ശ്രീകോവില് പൂട്ടി താക്കോൽ കൂട്ടം AKG സെന്ററിൽ കൊടുക്കണം എന്ന് മാത്രം പറഞ്ഞില്ല. ഇപ്പോൾ സുധാകരനെ അയിത്തം കൽപ്പിച്ച് പാർട്ടി മാറ്റി നിർത്തുകയാണ്. ഒരർത്ഥത്തിൽ CPM രാധാകൃഷ്ണനോട് ചെയ്തതിൻ്റെ അത്ര കൊലച്ചതി ആരോടും ചെയ്തു കാണില്ല. എല്ലാ അധികാര ചിഹ്നങ്ങളും തിരിച്ചു വാങ്ങി പാർട്ടി രാധാകൃഷ്ണനെ നടത്തിച്ച് നാടുകടത്തി. രാധാകൃഷ്ണൻ ചെല്ലുമ്പോൾ പാർലമെന്റ് മന്ദിരം ഒന്നാകെ എത്തി നോക്കി കുശുകുശു തന്നിരിക്കും. അതാ വരുന്നു ഒരു CPM അംഗം എന്ന് പറഞ്ഞുകൊണ്ട്. ഒരത്ഭുത വസ്തുവിനെ കാണും പോലെ അവർ കൺമിഴിച്ച് നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ രാധാകൃഷ്ണന് നാണം വരും. CPMന്റെ ഈ കനലിനെ AC മുറിയിലിരുത്തണോ, പ്രത്യേകം തയ്യാറാക്കിയ ക്യാബിനിൽ സംരക്ഷിത വിഭാഗത്തിൽപ്പെടുത്തി പ്രത്യേക പരിരക്ഷയോടെ ഇരുത്തണോ എന്നാണ് അവരുടെ സന്ദേഹം. ഇന്ത്യ ഇല്ലാതാകാതിരിക്കാൻ കാലം കരുതി വെച്ച കമ്മ്യൂണിസ്റ്റ് കനലാണിത്. ഈ കനൽ കാണുമ്പോൾ അവർ പിണറായി വിജയനെയും ഓർത്തുപോകും. ഒരർത്ഥത്തിൽ ഈ രാധാകൃഷ്ണനെ അയ്യപ്പൻ തുണച്ചതാണ്. ഈ കപ്പൽ അധികം വൈകാതെ ടൈറ്റാനിക്കിന്റെ അവസ്ഥയിലാക്കും. അടിത്തട്ടിൽ ഉറയ്ക്കും മുമ്പ് ചാടാൻ കഴിഞ്ഞത് രാധാകൃഷ്ണന്റെ ഭാഗ്യം. 2 വർഷമാകുന്നതിന് മുമ്പ് തന്നെ എസ്കേപ്പ് എന്ന് പറഞ്ഞ് പണ്ട് നാടോടിക്കാറ്റിലെ നമ്പ്യാർ ചാടിയ പോലെ ചാടിയെന്നും വരും. 2 വർഷം കഴിയുമ്പോൾ ജനം കടക്കൂ പുറത്തെന്നും കോടതി കിടക്കൂ അകത്തെന്നും പിണറായി വിജയനോട് പറഞ്ഞെന്നിരിക്കും. മന്ത്രിമാരെ ജനം കൂകി വിളിച്ച് യാത്രയാക്കും. ചാണകം മുക്കിയ ചൂലുമായി ആളുകൾ പിന്നാലെ വന്നാൽ അതിലും കുറ്റം പറയരുത്. അതിലൊന്നും ഗതി വരാതെ പാർലമെന്റിൽ പോയി മോദിയെ കൺകുളിരെ കണ്ടിരിക്കാം രാധാകൃഷ്ണന്. ഏറ്റവും വെറുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ അംഗമെന്ന ദുഷ്പേര് ജീവിതകാലത്ത് ഒഴിവാക്കാം. പിണറായി വീട്ടിലേക്ക് പോകുമ്പോൾ രാധാകൃഷ്ണന് 3 വർഷം കൂടി ശമ്പളം വാങ്ങി സുഖമായി കഴിയാം. പോകുന്നതിന് മുമ്പ് രാധാകൃഷ്ണൻ ഒരു വലിയ വിപ്ലവം തന്നെ നടത്തി. ഇനി കേരളത്തിൽ ഊരുമില്ല, കോളനിയുമില്ല. അപ്പോഴേ സഹാവേ, വിയറ്റ്നാം കോളനി സിനിമയിലെ റാവുത്തർ അണ്ണനെ പോലെ കമ്മ്യൂണിസ്റ്റ് കോളനിയിലെ പിണറായി അണ്ണനെ എങ്ങനെ സഹിക്കും? കോളനി അടിമത്തത്തിന്റെ സിമ്പലാണെന്നാണല്ലോ അങ്ങ് പറയുന്നത്. AKGയുടെ പേരുള്ള കമ്മ്യൂണിസ്റ്റ് കോളനിയിലെ അടിമവർഗങ്ങളല്ലേ സഖാക്കളെ നിങ്ങളെല്ലാം? ദില്ലിയിൽ ചെന്ന് ഒരു പരിപ്പ് വടയും ചായയും പുറത്തുനിന്ന് കഴിക്കണമെങ്കിൽ ഹിന്ദിയിൽ പറയണം. അതിന് കോൺഗ്രസിന്റെ MP-മാരുടെ സഹായം ചോദിക്കേണ്ടി വരും. പാവം ഷാനിമോൾക്ക് ത്രാണിയില്ലാതെ പോയത് കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ തവണ AM ആരിഫ് പ്രതാപിയായി പാർലമെന്റിലെത്തിയത്. ആണുങ്ങളോട് മുട്ടിയപ്പോൾ അതിയാന്റെ ഗ്യാസും പോയി. ഇതുതന്നെയാണ് സാർ ആലത്തൂരും സംഭവിച്ചത്. പാട്ടുപാടിയും പഞ്ഞം പറഞ്ഞും നടന്നതല്ലാതെ രമ്യ ഹരിദാസ് എന്ന പെങ്ങളൂട്ടി ആങ്ങളമാരെ ഗൗനിച്ചതേയില്ല. രാധാകൃഷ്ണൻ ഒന്നോർക്കുന്നത് നല്ലതാണ്. പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു. ഒരു പാവം സ്ത്രീയെ ഗോദായിൽ മലർത്തിയടിച്ചിട്ട് കനലാണെന്ന് ഭാവിച്ചേക്കരുത്. ഈശ്വരൻ തന്ന വലിയ അവസരമായി കണ്ട് തിരിഞ്ഞുപോലും നോക്കാതെ ദില്ലിക്ക് വിടുക. ദേവസ്വത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് കയറാൻ രാധാകൃഷ്ണന് പാർലമെന്റ് ഉണ്ട്. പാവം അരളിപ്പൂവ് ഇനി എവിടെ ചെന്ന് കയറും? നന്ദി.